ഹലോ കുട്ടീസ്, അപ്പതേ ഉണക്കായതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഈ തുളസി എല്ലാം അങ്ങ് വാടി നിൽക്കുമായിരുന്നു. ഇവിടെ ആകെപ്പാട് തുളസി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചാമ്പലൊക്കെ ഇങ്ങനെ വാരി എടുക്കാനായിട്ട്. ഇത്ര നാള് ചോറ് മാത്രം അടുപ്പിൽ വെക്കത്തുള്ളായിരുന്നു കേട്ടോ. ഇനി ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് മിക്ക കറികളും ഇന്നത്തെ അടുപ്പിൽ വെക്കേണ്ടി വരുവേ. അങ്ങനെ ഫൈനലി ഒരു വിധത്തിൽ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അണഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ റിപ്പീറ്റ് ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും കേട്ടോ കുറച്ച് നേരത്തേക്ക്. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുണ്ടായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഊതാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ഈ അരിയും സാധനങ്ങളൊക്കെ ഞാനിങ്ങ് വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരട്ടിമനയാണ്. അതൊക്കെ കഴുകി അങ്ങ് അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുകയുടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ തീ കത്തിച്ചാൽ മറ്റേ സൈഡിൽ ആ തീയുടെ ചൂട് കൊണ്ടിട്ട് വെള്ളം അങ്ങ് തിളയ്ക്കുവേ. എന്റെ വീഡിയോസ് കാണുന്ന കുറെ പേര് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി വീഡിയോ ചെയ്യാൻ. ഞാൻ എന്ത് സ്റ്റാൻഡേർഡ് ഇവിടെ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ലൈഫ് സ്റ്റൈൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. പിന്നെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് വേണമല്ലോ കാല് നീട്ടാനായിട്ട്. എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരി വന്നപ്പോഴേ അതിനകത്ത് കഞ്ഞിവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നേ. കഞ്ഞിവെള്ളം ക്ഷീണത്തിന് ബെസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ലാബിലെ ആദരി ചേച്ചി പഴം റോസ്റ്റ് ചെയ്തു, അതേപോലെ ഓട്സും കാച്ചിക്കൊണ്ട് വന്ന് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം തൊട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഈ ഓട്സ് കുടിക്കാനായിട്ട്. അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഈ സേമിയയുടേത്. പിന്നെ ഇങ്ങനെ അരി ഊറ്റുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം തെറിച്ച് വെള്ളം നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വയ്ക്കാണ്ടിരുന്നേ. പണിയെല്ലാം ഒതുക്കിയിട്ട് മനസമാധാനത്തോടെ ഈ ചോറ് വയ്ക്കുന്ന ഫീൽ ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.